നമസ്കാരം. ഈ വീഡിയോ ഞാൻ പറയാൻ പോണ സംഭവം എൻ്റെ നാട്ടിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത്, തൊട്ടടുത്ത് ഒരു പണക്കാരൻ, ഒരു ഷോപ്പൊക്കെ ഉള്ള ആൾക്ക് 2 പെൺമക്കളാണ്. അതിൽ 2 മക്കളിൽ വലിയവളും ചെറുതുമായിട്ടൊരു 3 വയസ്സിൻ്റെയൊക്കെ ഡിഫറൻസേ ഉള്ളൂ. രണ്ടും ഒരേ വലിപ്പം, വലിയൊരു മതിൽക്കെട്ടൊക്കെ ഉള്ള വീട്. പക്ഷേ ചെറിയ മോള്, 22 വയസ്സൊക്കെ ഉണ്ടാവും അന്ന് അവൾക്ക്, ഒരു ലോക്കൽ ഒരു പയ്യനാണ്. എന്ന് പറഞ്ഞാൽ അവളേലും ഒരു 10 വയസ്സിനെങ്കിലും മൂത്ത ഒരാളാണ്. കളിക്കാൻ എന്നും വിളിച്ച് റൂമിൽ കയറ്റും. ഈ സംഭവം ഞാൻ എൻ്റെ മറ്റേ ചാനലിലാണ് പറയുള്ളൂ. കാരണം ഈ ചാനൽ ഡൗണായി കിടക്കുകയാണ്. കാരണം നമ്മൾ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കും. എൻ്റെ ഈ ചാനലിന് പണി കിട്ടി നിൽക്കുകയാണ്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞതൊന്നും എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. യൂട്യൂബ് സെക്സിൻ്റെ അതിപ്രസരം എന്നും പറഞ്ഞിട്ടാണ് ഇത് ബാൻ ചെയ്ത് വെച്ചേക്കുന്നത്. യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടും, അത് നേരെ തന്നെ. പക്ഷെ കാശ് മാത്രമല്ല, എനിക്ക് ഈ സമൂഹത്തിനോടൊരു മെസ്സേജ് ഉണ്ട്. ഓരോ മനുഷ്യനും ഓരോ ദൗത്യമുണ്ട്. വെറും കാശ് മാത്രം കിട്ടുമെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള, എൻ്റെ ഇത്രയും സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പച്ചക്ക് ഞാൻ പറയുക. എൻ്റെ വീട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ. എന്നാലും ഞാനിത് പറയണത്, എൻ്റെ മക്കൾ കാണുന്നുണ്ട്, എൻ്റെ വൈഫ് കാണലുണ്ട്. കുറച്ച് കാശ് കിട്ടാൻ വേണ്ടി ഒന്നും ആരും ഈ പണി ചെയ്യൂല. അങ്ങനെ ലക്ഷങ്ങളൊന്നും യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുമില്ല. അതല്ല, എനിക്ക് സമൂഹത്തോടൊരു മെസ്സേജാണ്. ഇതൊക്കെ സാധാരണ എൻ്റെയൊക്കെ യൗവന കാലത്ത് ഇതൊക്കെ വളരെ കോമൺ ആയിരുന്നു. ആണും പെണ്ണും പരിപാടി എടുക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും കളിച്ചെന്നറിഞ്ഞാൽ തന്നെ അവിടെ എന്നത് പിടിച്ച് എല്ലാവരും കൂടി പ്രശ്നമൊന്നും ആക്കുകയൊന്നുമില്ല. അവരായി അവരുടെ പാടായി. ഇന്ന് അങ്ങനെയല്ല. എവിടെയെങ്കിലും ആരെങ്കിലും പരിപാടി എടുത്ത് പിടിച്ചാൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഇളകി മറിയാണ്. ഇവിടെ ഇപ്പോൾ എന്ത് കിട്ടിയാലും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വിളമ്പുകയാണ്. ബസ്സിൽ തോണ്ടിയാലും പിന്നെ അതിനൊരു കോലാഹലം 2-3 ദിവസം. പിന്നെ അത് കഴിഞ്ഞാൽ അത് കെട്ടടങ്ങി. അവിഹിതമാണ് ഏറ്റവും ഫേവറേറ്റ്. നാറ്റിക്കുക, അല്ലാതെ ആസ്വദിക്കുകയല്ല ചെയ്യുക. അവർ ചെയ്തോട്ടെ, അങ്ങനെയല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയം, മതം, ഇതൊക്കെ ഭയങ്കരമായിട്ട് മനുഷ്യൻ്റെ ലൈഫിൽ ഇൻവോൾവ്ഡ് ആയേക്കുക. ചേരി തിരിഞ്ഞിട്ടാണ് പരിപാടി. എന്ത് സംഭവിച്ചാലും അവൻ്റെ ജാതി നോക്കുക. പക്ഷെ എൻ്റെ മെസ്സേജ് ഡിഫറെൻ്റാണ്. സെക്സ്, ഈ കാമം, അത് ഏറ്റവും നല്ല ദിവ്യമായിട്ടുള്ളൊരു അനുഭൂതിയാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എത്ര വയസ്സ് വരെ സെക്സ് ആസ്വദിക്കാൻ പറ്റും, അത് ആസ്വദിക്കണം. എനിക്കിപ്പോൾ ഇത്ര ഏജായിട്ട്, ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ 24 രാത്രി 12 മണിക്ക് മുമ്പ് പരിപാടി തുടങ്ങിയിട്ട് 2025 പുറക്കുമ്പോൾ, അതായത് 12 മണി കഴിഞ്ഞാൽ 25 2025 പരിപാടി എടുത്ത ആളാണ് ഞാൻ. അതായത് ഈ പ്രായത്തിൽ, ഈ കഴിഞ്ഞ ഇതൊക്കെ ഞാനീ പറയണത്, സെക്സ് കൂടുതൽ കോമൺ ആകും തോറും സമൂഹത്തിൽ സമാധാനം നിലനിൽക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്ക്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ട് എൻ്റെ ഈ ചാനൽ ഇതായിട്ടുണ്ട്. ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ സ്നേഹിക്കണ കുറച്ച് ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തു. എനിക്ക് വലിയ സന്തോഷം. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിനോട് പറയാനുണ്ട്. അല്ലാണ്ട് വെറും പരിപാടി എടുക്കണത് കണ്ട് അത് അല്ലെങ്കിൽ കേട്ട് അതിന് വികാരം കൊണ്ട്, അതിനല്ല. സെക്സ് അത്ര മോശം സംഭവമല്ല എന്നുള്ളൊരു ഇത് എന്നെ കൊണ്ട് പറ്റണത്. ഓരോ മനുഷ്യനും ഓരോ ജന്മ ദൗത്യങ്ങളുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അത്ര നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞെൻ്റെ വായിലെ വെള്ളം പറ്റിക്കണത്. എത്ര പേര് എന്നോട് ചോദിക്കണം, നിങ്ങളുടെ മക്കളൊക്കെ ഇത് കാണൂലേ, അറിയണവർ, എന്ത് വൃത്തികേടാക്കുകയാണ് നിങ്ങളെ വിളിച്ച് പറഞ്ഞത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ വൃത്തികേടാണ്.
എനിക്ക് സന്തോഷപൂർവ്വം കിടന്ന് തന്ന പെണ്ണുങ്ങൾ, എൻ്റെ ഒപ്പം യാത്ര ചെയ്ത പെണ്ണുങ്ങൾ, എവിടെ ആയാലും അതൊക്കെ ഒരു മോശം സംഭവമാണ്. എന്നോട് ഇഷ്ടമായിട്ടല്ലേ തന്നത്. പിന്നെ ഞാനത് പറയണത്, ചില ആൾക്കാർ പറയും ഞാൻ ഉണ്ടാക്കി പറയാം. ഞാൻ ഹൈദരാബാദിലായിക്കോട്ടെ, ബംഗളൂരായിക്കോട്ടെ, ചെന്നൈ ആയിക്കോട്ടെ, ഒറീസ ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, വിശാഖപട്ടണം ആയിക്കോട്ടെ, ഞാൻ ചെയ്തതൊക്കെ ആ സ്ഥലവും സന്ദർഭവും ഒക്കെയാണ് പറയല്. അതിൽ ഹൈദരാബാദും പൂനെയും എനിക്ക് ഏറ്റവും കൂടുതൽ പരിപാടി കിട്ടിയിട്ടുള്ള സ്ഥലം. ഇതൊക്കെ സ്ഥലവും സമയവും സന്ദർഭവും വെച്ചിട്ടാണ് ഞാൻ പറയുക. അതൊന്നും ഒരാൾക്ക് ഇമാജിൻ ചെയ്ത് പറയാൻ പറ്റുമോ? ചിലപ്പോൾ കഴിയുമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. കുറച്ച് പേര് എൻ്റെ ചാനലിൽ പ്രശ്നമാണ്, പുതിയ ലിങ്ക് ഞാൻ അയക്കുന്നുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ട് നിങ്ങൾ അതുമേലൊന്ന് തൊടണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് അതുമേ തൊട്ട്. ഈ സ്നേഹം ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൂളായിട്ട് ഒരുത്തന് 10 വയസ്സ് മൂത്ത ഒരുത്തന് പരിപാടിക്ക് കൊടുത്തും കൊണ്ട് നടന്ന് ലാസ്റ്റ് ഒരു പ്രശ്നമില്ലാണ്ട് മറ്റൊരാൾ വന്ന് പെണ്ണ് കണ്ട് ഇവളുടെ സ്റ്റാറ്റസിനൊക്കെ വെക്കണം, കല്യാണം കഴിച്ച് വിവാഹ വസ്ത്രമൊക്കെ അണിഞ്ഞ് നവവധുവായിട്ട് പോകുന്ന രംഗം, ഇതൊക്കെ ഞാൻ സാക്ഷിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നമ്മളുടെ ഇടയിലൊക്കെ സംഭവിക്കണ കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇത് വലിയൊരു അതിശയമാണ്, അയ്യോ നമ്മുടെ സംസ്കാരം നശിപ്പിച്ചെന്നൊക്കെ പറയില്ലേ, അതിനി പറയരുത്. അതിനുള്ള എളിയ ശ്രമമാണ്. അപ്പോൾ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. ദയവ് ചെയ്ത് പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.